നൂതന സാങ്കേതിക വിദ്യയുമായി ഐസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾ. സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇസ്തിരി വാഹനം നിർമ്മിച്ചത് 4ാം വർഷ വിദ്യാർത്ഥികളാണ്. ഇസ്തിരിയിൽ സഹായകമാകുന്ന യൂണിറ്റിന് വളരെയേറെ പ്രത്യേകതകളുമുണ്ട്. കൊച്ചി ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ട്. വൈദ്യുതി ഉപയോഗം കുറയ്ക്കുവാനും ഇസ്തിരി ജോലിക്കാരെ സഹായിക്കാനും ഐസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾ സോളാർ അധിഷ്ഠിത ഇസ്തിരി പ്രസ് വികസിപ്പിച്ചു. 1 മാസം കൊണ്ടാണ് സൗരോർജ്ജ ഇസ്തിരി വാഹനത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. കൂടുതലും ഉപയോഗശൂന്യമായ വസ്തുക്കൾ ഉപയോഗിച്ചാണ് യൂണിറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. സോളാർ പാനൽ, ബാറ്ററി, ചാർജിംഗ് യൂണിറ്റ് എന്നിവ വഴിയാണ് യൂണിറ്റ് പ്രവർത്തിക്കുക. റിന്യൂവൽ എനർജി ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് ഇത്. ഇതെന്ന് വെച്ചാൽ നമുക്ക് സോളാർ പാനലുണ്ട്. ഈ സോളാർ പാനലിൽ നിന്ന് തന്നെ ഊർജ്ജം ഉപയോഗിച്ച് നമുക്ക് ഈ ഇസ്തിരിപ്പെട്ടി പ്രവർത്തിപ്പിക്കാൻ പറ്റും. അതുപോലെ തന്നെ പകൽ സമയങ്ങളിൽ മിച്ചം വരുന്ന എനർജി നമുക്ക് ബാറ്ററിയിലേക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു കാട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ സൈക്കിള് നമുക്ക് എടുത്തു മാറ്റുകയും കാട്ടിലെ സപ്പോർട്ട് സിസ്റ്റം യൂസ് ചെയ്ത് ഇത് നിർത്തിവെച്ചതിന് ശേഷം നമുക്ക് ഈ സൈക്കിൾ വ്യക്തിഗത ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനും സാധിക്കും. ഏകദേശം ഇത് 3 മണിക്കൂർ കൊണ്ടാണ് ചാർജ് ആവുന്നത്. ഒരു തവണ ചാർജ് ആയിക്കഴിഞ്ഞാൽ ഏകദേശം ഇതേ അളവിൽ തന്നെ 3 മണിക്കൂറും അതിന് മേലെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. പകൽ സൗരോർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കുകയും മിച്ചം വരുന്ന ഊർജ്ജം ബാറ്ററിയിൽ ശേഖരിക്കുവാനും സാധിക്കും എന്നത് ഇസ്തിരി പ്രസിൻ്റെ പ്രത്യേകതയാണ്. 20,000 രൂപ നിർമ്മാണ ചെലവ് വരുന്ന പ്രോജക്റ്റ് 4ാം വർഷ വിദ്യാർത്ഥികളായ ആഷിൽ ജോർജ്, ജിഫിൻ കെ റാഫേൽ, MR ശ്രീനാഥ്, NJ അഞ്ജലി എന്നിവർ ഡോക്ടർ ലിൻസി ടി അലക്സിൻ്റെ നേതൃത്വത്തിലാണ് വികസിപ്പിച്ചത്. ഈ സോളാർ അയണിംഗ് കാട്ടിൽ സോളാർ പാനൽ 100 വാട്ടിലെ ഒരു സോളാർ പാനൽ യൂസ് ചെയ്തിട്ടാണ് അവർ അയൺ ചെയ്യുന്നത്. അപ്പോൾ 100 വാട്ടിൻ്റെ സോളാർ പാനൽ വെച്ചിട്ട് ഒരു ഗ്ലോ പ്ലഗാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. നമുക്കറിയാം നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന 1000 വാട്ടിൻ്റെ അയൺ ബോക്സ് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് 1 യൂണിറ്റ് കറണ്ട് ആവും. 1 മണിക്കൂർ നമുക്ക് അയൺ ചെയ്യണമെങ്കിൽ 1 യൂണിറ്റ് കറണ്ട് ആവും. അപ്പോൾ ഇവിടെ നമുക്ക് ഈ പറയുന്ന 60 വാട്ടിൻ്റെ ഗ്ലോ പ്ലഗ് എന്ന സംഭവം യൂസ് ചെയ്ത് 60 വാട്ട് പവർ മാത്രം ആണ് ഇവിടെ നമുക്ക് ഇവർക്ക് അയൺ ചെയ്യാനായിട്ടാവുന്നുള്ളൂ. സൗരോർജ്ജ ഇസ്തിരി വാഹനം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഇസ്തിരി ജോലി ചെയ്യുന്ന വ്യക്തിയെ കണ്ടെത്തി നൽകാനാണ് ഇവരുടെ തീരുമാനം. കേരള വിഷൻ ന്യൂസ് 24/7 കൊച്ചി.